മാനിഫെസ്റ്റേഷൻ വെറും സ്കാമാണ്, പുതിയ തട്ടിപ്പ്. ഏ ഏ ഏ മാനിഫെസ്റ്റേഷന്റെ പല മാർഗങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ പ്രചാരത്തിലുണ്ട്. പക്ഷേ ഇതിൽ പലതും ശാസ്ത്രീയമായി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത മാർഗങ്ങളാണ്. ആ അർത്ഥത്തിൽ നോക്കിയാൽ മാനിഫെസ്റ്റേഷൻ സ്കാം തന്നെയാണ്. അങ്ങനെയെങ്കിൽ യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നുണ്ടോ? മാനിഫെസ്റ്റേഷൻ പോസിബിൾ ആണോ? ലളിതമായ അർത്ഥത്തിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകൾ എന്താണോ, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് എന്താണോ, അതിനനുസരിച്ച് നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടായിരിക്കും. ഇത്രയേ ഉള്ളൂ മാനിഫെസ്റ്റേഷന്റെ ലളിതമായ വസ്തുത. എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിന് രോഗങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ഡയബറ്റീസോ അതുപോലുള്ള എന്തെങ്കിലും രോഗങ്ങളുള്ള ശരീരമാണ് നിങ്ങൾക്കുള്ളതെന്ന് വിചാരിക്കുക. അതിനൊരു മാറ്റം വരുത്തണം എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾ ചെയ്യുക? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കളയേണ്ട വസ്തുക്കളൊക്കെ നിങ്ങൾ കളയാൻ ശ്രമിക്കും. ഫാറ്റോ കൊളസ്ട്രോളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ ശരീരത്തിന് ആരോഗ്യമുള്ള നിലയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇങ്ങനെയല്ലേ നിങ്ങൾ ശരീരത്തിനെ സുഖപ്പെടുത്തുന്നത്? ഇതുപോലെ നിങ്ങളുടെ മനസ്സിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിയെടുക്കുന്ന രീതിയാണ് മാനിഫെസ്റ്റേഷൻ. മനസ്സിന്റെ ഉള്ളിലേക്ക് പോകുന്നത് തോട്ടാണ്, ചിന്തകൾ. അപ്പോൾ ആ ചിന്തകൾക്ക് മാറ്റം വരുത്തണം. മനസ്സിൽ നിന്ന് ഒരുപാട് ചിന്തകൾ നിങ്ങൾക്ക് പുറന്തള്ളേണ്ടി വരും. ലേണിംഗ് ടു ലെറ്റ് ഗോ എന്നാണ് പറയുക. ഇങ്ങനെ ആവശ്യമുള്ള ചിന്തകൾ ഉള്ളിലേക്ക് എടുക്കുകയും ആവശ്യമില്ലാത്തതിനെയൊക്കെ പുറന്തള്ളുകയും ഒക്കെ ചെയ്തുകൊണ്ട് കൂടുതൽ മികച്ച ഒരു ജീവിത രീതിയിലേക്ക് എത്തിപ്പെടുന്നതാണ് മാനിഫെസ്റ്റേഷൻ. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ബെറ്റർ വെർഷനിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹാർഡ്വെയറും നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. നിങ്ങളുടെ ബ്രെയിനിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, നിങ്ങളുടെ കോൺഷ്യസ് ലെവലിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, നിങ്ങളുടെ സബ് കോൺഷ്യസ് ലെവലിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മാനിഫെസ്റ്റേഷൻ പോസിബിൾ ആണ്. ഇതല്ലാതെ ഇതിൽ മറ്റൊരു മാജിക്കുമില്ല. ഇത് പ്യുവർ ന്യൂറോ സയൻസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാൻ സാധിക്കും. എന്ത് തരം ചിന്തകളാണ് നിങ്ങൾക്ക് ഉള്ളിലേക്ക് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കും. നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് മാറുന്നതോടെ നിങ്ങളുടെ ബ്രെയിൻ ഉള്ളിലേക്ക് എടുക്കുന്ന സിഗ്നൽസും മാറാൻ തുടങ്ങും. ഇതിനൊക്കെ തന്നെ ശാസ്ത്രീയമായ മാർഗങ്ങൾ സൈക്കോളജിയിലൊക്കെ കൃത്യമായി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്നൊക്കെ അറിയപ്പെടുന്ന ഇത്തരം ശാസ്ത്രീയ മാർഗങ്ങൾ കൃത്യമായി പ്രയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ പ്രചാരത്തിലുള്ള പല മാനിഫെസ്റ്റേഷൻ മാർഗങ്ങളും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയുടെയും മറ്റുള്ള സൈക്കോളജിക്കൽ മാർഗങ്ങളുടെയും അറ്റവും മൂലയും ചേർത്തുണ്ടാക്കി വെച്ചിരിക്കുന്ന മാർഗങ്ങൾ മാത്രമാണ്. അതായത് മാനിഫെസ്റ്റേഷൻ പോസിബിൾ ആണ്. നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നതിന്റെ ബെറ്റർ വെർഷനിലേക്ക് മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അതിന് കൃത്യമായ ശാസ്ത്രീയ മാർഗങ്ങളുമുണ്ട്. അത് മനസ്സിലാക്കാൻ പരിത്രാണായ എന്ന ഈ യാത്രയിൽ കൂടെ ചേർന്നോളൂ.